വളരെ ഭീതി നിറഞ്ഞൊരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ കേരളത്തിലെ ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ADGP, അദ്ദേഹം കൊലപാതകങ്ങൾ വരെ നടത്തിയ ആളാണെന്നും കള്ളക്കടത്തുകാരെ സഹായിക്കുന്നുവെന്നും നേതാക്കന്മാരുടെ ഫോൺ കോളുകൾ ചോർത്തിയെന്നും തുടങ്ങിയ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഭരണകക്ഷി MLA തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂർ പൂരം കലക്കി BJPയെ വിജയിപ്പിക്കാൻ സഹായിച്ചത് ഈ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഈ പൂരം കലങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു കമ്മീഷണറെ കൊണ്ട് പൂരം കലക്കാൻ കഴിയില്ല. ഏതോ ഉന്നത ബന്ധം, ഏതോ ഉന്നത നിർദ്ദേശം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിപ്പോൾ വളരെ ക്ലിയറായിട്ട് വന്നു. അജിത് കുമാർ പിണറായി വിജയൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. DGPയെ പോലും നോക്കൂത്തി ആയിക്കൊണ്ട് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആളാണ് അജിത് കുമാർ. ആ വ്യക്തിയാണ് പൂരം കലക്കിയതെന്ന് പറയുമ്പോൾ അതും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. പൂരം കലങ്ങിയതിനെക്കുറിച്ച് ഞാൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ. അടിയന്തരമായിട്ട് അത് ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. ഈ ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് നീക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കാം. അല്ലെങ്കിൽ ഇതെല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. ഒരു കൊടും ക്രിമിനലാണ് ഈ ADGP എന്ന് പറയുന്നത് ഞങ്ങളല്ല, ഭരണകക്ഷി MLA പറയും. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. 2, പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്തും. ഈ 2 കാര്യങ്ങളും മസ്റ്റാണ്. അല്ലെങ്കിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പാർട്ടി UDF ആലോചിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു സ്വർണ്ണക്കടത്ത് ആരോപണം കൂടെ വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പത്തനംതിട്ട SPയെ പറഞ്ഞിട്ടുണ്ട്, സ്വർണം പൊട്ടിക്കുക, സ്വർണ്ണക്കടത്ത്. ഇതൊക്കെ ഒരു മുഖ്യമന്ത്രി അറിയാൻ നടക്കുമോ? ആഭ്യന്തര വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ കൊലപാതകവും കള്ളക്കടത്തും നടത്തുന്നു എന്ന് പറയുന്നത് ഭരണകക്ഷി MLA. എന്തുമാത്രം കാര്യങ്ങൾക്ക് ഗൗരവമുണ്ട്. ഇതിൽ നിന്നും കൈ കഴുകാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം EP ജയരാജനെ സത്യത്തിൽ രക്തസാക്ഷിയാക്കിയതാണ്. EP ജയരാജൻ BJPയുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തൽക്കാലം കൺവീനർ സ്ഥാനത്ത് മാത്രം മാറ്റിയത്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നോ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നോ മാറ്റി. ഇതൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്തർധാരയുടെ, ഞാൻ അന്ന് പറഞ്ഞ പ്രയോഗം ആവർത്തിക്കുന്ന, അന്തർധാരയുടെ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, ADGP എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ ആരാ നിയമിച്ച്? മുഖ്യമന്ത്രിയല്ല. ശശിയുമായിട്ട് അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന് ഭരണകക്ഷി MLA പറയുമ്പോൾ ആ ലിങ്ക് നേരെ മുഖ്യമന്ത്രിയിലേക്കാണ് വരുന്നത്. മുമ്പ് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അന്ന് കൈ കഴുകി. ഇതാരാ പറയുന്നത്? ഭരണകക്ഷി MLA പറയും. അതുകൊണ്ട് നടപടി ഉടനെ ഉണ്ടാവണം. നമ്മൾ 2 കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഒന്ന്, പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി. 2, ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഏതായാലും പാർട്ടി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും. അല്ല, UDF അല്ല സംരക്ഷണം കൊടുക്കേണ്ടത്, ഗവൺമെൻറ്റാണ്. ഒരു MLAക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റാണ് സംരക്ഷണം കൊടുക്കുന്നത്. അതൊന്നും ഞങ്ങൾ ഇപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് ഇപ്പോഴും ഭരണകക്ഷി MLA. അല്ല, അത് എന്താണെങ്കിലും അതിൻ്റെ സമരങ്ങളേറ്റ് നല്ല ഘടിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. നാളെയുണ്ട് സമരം, മറ്റന്നാൾ മഹിളാ കോൺഗ്രസിൻ്റെ ഉപവാസമുണ്ട്. അപ്പോൾ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും.